സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലൂക്കോസിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 17 തുടങ്ങിയിട്ടുള്ള വാക്യം ഒന്ന് വായിച്ചു. ലൂക്കോസ് 9:17 തുടങ്ങിയിട്ടുള്ള. എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട എടുത്തു. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നുവെന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാവൃതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്, സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ, ആമേൻ. 5 അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് നുറുക്കി ഹല്ലേലൂയ 5000 പുരുഷന്മാർക്കൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ ശേഷം 17-ാം വാക്യം, എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷിച്ച കഷ്ണം 12 കുട്ട എടുത്തു. അവൻ തനിച്ച് പ്രാർത്ഥന, ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട് പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചില പുരാതന പ്രവാചകൻ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് എന്നും പറയുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ഇന്നലെ അല്ല, ഞാൻ വൈകിട്ട് രാത്രി ഞാൻ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭാഗമൊക്കെ നമ്മൾ ഒത്തിരി വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം. പക്ഷെ ഇവിടെ പുരുഷാരം അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്ന ഹല്ലേലൂയ പല രീതിയിൽ പറയുന്നു. പക്ഷെ ദൈവത്തിന് കർത്താവിന് അറിയേണ്ടത്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പത്രോസ് പറയുന്നത്, നീ ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ആണ്. അപ്പൊ ഇത് വായിച്ചോണ്ട് ദൈവന്മാരുടെ ഞാനൊരു സൈഡിലിങ്ങനെ എഴുതി വെച്ച്, നമുക്ക് യേശു ആരാണ്? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പൊ നമ്മളോട് ഓരോരുത്തരും ദൈവം എന്ന് വ്യക്തിപരമായി ചോദിക്കുകയാണ്. പത്രോസ് പറഞ്ഞ് ക്രിസ്തുവാന്ന് പറഞ്ഞ്, മറ്റയാൾ പറഞ്ഞ് ഏലിയ വന്നത്, ഒരാൾ പറഞ്ഞ് യോഹന്നാനാന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രവാചകന്മാരാ. പക്ഷെ നമുക്ക് യേശു ആരാണ്? ചിലർ പറയും യേശു സൗഖ്യദായകനാണ്, യേശു നമുക്ക് പ്രൊവൈഡറാണ്, യേശു നമുക്ക് മെസ്സിയാണ്. ഇങ്ങനെ പല രീതിയിലൊക്കെ യഹോവ പല രീതിയിൽ പലർക്കും വെളിപ്പെട്ട്, അവർക്കൊക്കെ വെളിപ്പെട്ടതാണ് അങ്ങനെ ദൈവമെങ്കിൽ, പത്രോസിന് വെളിപ്പെട്ടത് മശിഹായിട്ടാണെങ്കിൽ നമുക്ക് ആരാണെന്ന് വ്യക്തിപരമായി ദൈവം ഓരോരുത്തരും ചോദിക്കാം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് യേശു ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ആരാണ്? നമ്മുടെയൊക്കെ മനസ്സിലാകുമ്പോൾ യേശുവിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല, അല്ലേ? ഞാൻ എപ്പോഴും പറയും, പണ്ട് യേശു സ്നേഹമാണെന്ന് പറയും. ഹല്ലേലൂയ. ആ സ്നേഹത്തിനകത്ത് എല്ലാം ഉണ്ടെന്ന് പറയും. പക്ഷേ എന്നിട്ടും കർത്താവ് വീണ്ടും കഴിഞ്ഞ ദിവസം ചോദിച്ചു, വ്യക്തിപരമായി തന്നെ ചോദിച്ചു, ഞാൻ ആരാണ്? നമ്മൾ ഓരോരുത്തർ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം, യേശു നമുക്ക് ആരാണ്? എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ള ഒരു ആളാണോ? ഒരു ATM മെഷീനാണോ? ഹല്ലേലൂയ. ആവശ്യങ്ങൾ ഓടിപ്പോയി പറയാൻ വേണ്ടിയിട്ടാണോ? അതോ നമുക്ക് യേശു കർത്താവ് ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പറയും ഹല്ലേലൂയ. ഇന്നലെ ഞാൻ അവിടെ സഭയിൽ വചനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പാടുമ്പം ഹല്ലേലൂയ അടിയനിതാ 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 എന്ന് പാടും. ഹല്ലേലൂയ. പക്ഷേ ദൈവം പാടിക്കൊണ്ട് കർത്താവ് എന്നോട് അവിടെ വെച്ച് ചോദിച്ചു, ശരിക്കും അടിയൻ ഇതാ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഞാൻ ഒരു അടിമയായിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നതാണ്. ഒരു അടിമയ്ക്ക് ഹല്ലേലൂയ ഒരു സ്വാതന്ത്ര്യം ഇല്ല. കാരണം യജമാനൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യുന്ന ആള് അടിമ, അല്ലേ? അങ്ങനെയല്ലേ? അടിമയ്ക്ക് സ്വന്തമായിട്ട്
ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എനിക്ക് അത് വേണം, എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. യജമാനൻ എന്ത് കമാൻഡ് ചെയ്യുമ്പോഴും അത് അനുസരിക്കുന്ന ആളാണ് അടിമ. ഹാലലൂയ. പക്ഷെ നമ്മൾ അടിയനീത എന്ന് പറയുമ്പോൾ ഹാലലിയ, നമ്മൾ ശരിക്കും അങ്ങനെയാണോ? ഹാലലിയ. ദൈവാത്മ ഇന്നലെ പാടിക്കും. ഞാൻ ആ ചോദ്യം കേട്ടത് ഞാൻ ഭയങ്കരമായിട്ട് അത് കരയാൻ തന്നെ. കാരണം വെച്ചാൽ നമ്മളൊന്നും ഹാലലിയ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങനെ ആകുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കുന്ന കർത്താവ് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ആരാണ്, നിങ്ങൾ എന്നെ ആരെന്നാ കരുതുന്നത്, അല്ല ആരെന്നാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില നേരത്ത് നമ്മുടെ അപ്പനാന്ന് പറയും, അല്ല ചില നേരത്ത് കർത്താവിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകുന്നു. ഹല്ലേലൂയ. ഇവിടെയൊക്കെ ഹല്ലേലൂയ, യേശു നമുക്ക് ആരാണ്, വ്യക്തിപരം ഓരോരുത്തർക്കും യേശു ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി കണ്ടുപിടിക്കണം. എനിക്ക് യേശു ആരാന്നുള്ളതല്ലേ താറാമ സിസ്റ്റർക്ക് ആരാന്നുള്ളത്. ആൻമോൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ജോളി ആൻറ്റിക്ക് അങ്ങനെ ആയിരിക്കും, ബീന സിസ്റ്റർ, ഓരോരുത്തർക്കും വ്യത്യസ്ത സിസ്റ്റർ, അങ്ങനെ ഓരോരുത്തരുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള യേശുവിനുള്ള സ്നേഹം, യേശു ആരാണെന്നുള്ളത്. ഹാലലിയ. ഈ ചോദ്യമാണ് കർത്താവ് നമ്മളോട് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞു, നമ്മൾ ഇത് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്, നിങ്ങൾ ഓരോരുത്തരും യേശു നിങ്ങൾക്ക് ആരാണെന്ന് പറയുക എന്നുള്ളത്. അത് കഴിഞ്ഞ യേശു കർത്താവ് പറയുന്നുണ്ട്, ഇത് ആരോടും പറയരുത്, അവൻ അവരുടെ അമർച്ചയുടെ കൽപ്പ്. മനുഷ്യപുത്രൻ പലതും സഹിക്കും, 30 മഹാപുരോഹിത ശാസ്ത്രി എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുക, അവൻ 3-ാം ദിവസത്തെ എഴുതിക്കും വേണമെന്നത്. അടുത്ത പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ചു നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എല്ലാവർക്കും തന്നെത്താൻ ത്യജിക്കണം. ഹാലലിയ. അവിടെ ആ ഭാഗത്ത് കർത്താവ് ഹാലലിയ, അവൻ തന്നെത്താൻ ത്യജിക്കാന്ന് വെച്ചാൽ ഞാൻ എന്നപ്പോ മിനിയാണ്, മിനി എന്ന വ്യക്തിത്വത്തെ പൂർണ്ണമായും ത്യജിച്ച് കളയണം. മനസ്സിലായി? എനിക്ക് നേരത്തെ ഞാൻ എന്തൊക്കെ വ്യക്തിത്വം എന്നിൽ ഉണ്ടായിരുന്നു, ഞാൻ എന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്താണ് ഒരു ഇമേജ് ഉണ്ടായിരുന്നത്, അത് പൂർണ്ണമായി ഇല്ലാതെയാകണം. ഇത്ര വർഷമായിട്ട് ഞാൻ വിശ്വാസം വന്നിട്ട് എൻ്റെ ആ വ്യക്തിത്വം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഞാൻ എപ്പോൾ എൻ്റെ വ്യക്തിത്വം പൂർണ്ണമായിട്ട് മാറി, ഹാലലൂയ, ഞാൻ ക്രിസ്തു എന്നിലൂടെ വെളിപ്പെടാൻ തുടങ്ങും, അല്ലെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് ഞാൻ വരുന്നു, അപ്പോഴേ ഞാൻ എന്നെ തന്നെ ത്യജിക്കുന്നോളും. ഓരോരുത്തരുടെയും സ്വഭാവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വഭാവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ചൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും പഴയ സാറാമ സിസ്റ്റർ തന്നെ ഇപ്പോഴും സാറാമ സിസ്റ്റർ. ഹാലലിയ. എവിടെയൊക്കെ ക്യാരക്ടർ സ്വഭാവത്തിൽ കുറച്ചൊക്കെ മാറ്റം, അത് പൂർണ്ണമായും നമ്മൾ ത്യജിച്ചിട്ടില്ല, നമ്മുടെ വ്യക്തിത്വം മാറിയിട്ടില്ല. പൂർണ്ണമായും നമ്മുടെ വ്യക്തിത്വം മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ക്രിസ്തു വെളിപ്പെടത്തുള്ളൂ. അതാണ് നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ കണ്ട അപ്പോസ്തലന്മാരെ നമ്മൾ വ്യത്യാസം. ഹാലലിയ. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വ്യക്തിത്വം എല്ലാം മാറി. ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് എടുക്കാം, ശൗല് പൗലോസായി മാറിയതിനെ കുറിച്ച് നമുക്കറിയാം. ശൗൽ എന്ന വ്യക്തിത്വം എന്തായിരുന്നു കൃത്യമായ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ശൗലിനുമായി ദൈവമായിട്ടൊരു എൻകൗണ്ടർ നടന്നു കഴിഞ്ഞപ്പോൾ ശൗല് ആള് മാറി. നമ്മളെപ്പോഴും ആള് മാറിയവനെ പോലെ ആകണമെന്ന് പറയും, പക്ഷെ നമ്മൾ ആള് മാറുന്നില്ല. ആ തന്നെത്താൻ ത്യജിക്കൽ. അതുകൊണ്ട് കർത്താവ് എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നത് തന്നെത്താൻ ത്യജിക്കണം, എന്നിട്ട് ദിനംതോറും ക്രൂശത്തെ. അപ്പൊ തന്നെത്താൻ ത്യജിക്കണമെങ്കിൽ എനിക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നോ, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ആരോട് പറഞ്ഞു, ഞാൻ പണ്ട് വണ്ടി ഓടിക്കുന്ന കാര്യം ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു ഓമ്നി വാനാ പുതിയത് വാങ്ങിയത്. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ഒരു സ്വഭാവം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടോ, ഞാൻ പണ്ട് അതുപോലെ കഴിഞ്ഞ സ്വഭാവം, എൻ്റെ പുറകിൽ ആരെങ്കിലും വണ്ടിക്ക് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ കയറിപ്പോൾ ഓവർടേക്ക് ഹോൺ അടിച്ച് ഞാൻ മിററിലൂടെ നോക്കും ആരാണ്. ഹാലയിലെ വലിയ കൂടിയ വണ്ടിയൊക്കെയാണ് ഞാൻ പറയാം, പിന്നെ വലിയ കൂടിയ വണ്ടിയുടെ ജാടി എവിടെ നിന്നാൽ അത് പോകണ്ടെന്ന് പറയും. ഹാലലിയ. ഇനിയിപ്പോൾ ഒരു കുറഞ്ഞ വണ്ടിയാണെന്നല്ല, പഴയ വണ്ടി പറയാം, ആ പഴയ വണ്ടി ആ ചുക്കട വണ്ടിയായിട്ട് അവൻ്റെ ജാട കണ്ടില്ല, പോകണ്ട എന്ന് പറയും. രണ്ടാണ് ഞാൻ വിടത്തില്ല. ഇതാണ് എൻ്റെ സ്വഭാവം. അല്ല, ഞാൻ ആരും ഓവർടേക്ക് സമ്മതിക്കത്തില്ല എന്ന് പഴയ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത് ചിന്തിക്കുന്ന രണ്ട് രീതിയിൽ ചിന്തിച്ചാലും റിസൾട്ട് എപ്പോഴും ഒന്നാ. കാരണം വെച്ചാൽ ഞാൻ ആരെയും ഓവർടേക്കാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഹല്ലേലൂയ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മുമ്പിൽ കയറി പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത് എൻ്റെ ആ ഒരു ക്യാരക്ടറായിരുന്നു. ഇതിന് റീസൺസ് ഞാൻ പലതും കണ്ടുപിടിക്കും. പക്ഷേ ഇപ്പോഴും ഞാൻ അതേ സ്വഭാവത്തിൽ തന്നെ ആണോ എങ്കിൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. അപ്പൊ മിനി എന്ന വ്യക്തിത്വം മരിച്ചിട്ടില്ല.
അല്ലെങ്കിൽ നമ്മുടെ പുറകെ നിന്ന് ആരെങ്കിലും കുറച്ചൊരു ഹോൺ അടിച്ച് നമുക്ക് ദേഷ്യം വരുമെങ്കിൽ, ഇപ്പോഴും ദേഷ്യം വരാണ്ട്, വെറുതെ ആവശ്യമില്ലായിരുന്നു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. അപ്പൊ ഇത് വരുമെങ്കിൽ എന്റെ വ്യക്തിത്വം ഇപ്പോഴും പഴയത് തന്നെ ഞാൻ നിൽക്കുക, ഞാൻ തന്നെത്താൻ ത്യജിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളെ ഒരാൾ വന്ന് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു, വിശ്വാസത്തിലൊക്കെയാണ് എന്ന് പറഞ്ഞ കണക്ക് വിശ്വാസിയാണല്ലോ, ആൾക്കാർ എന്താ വിചാരിക്കും, അതുകൊണ്ട് ചൂടാകണ്ട, പറയണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കും. പക്ഷേങ്കില് അതൊരു പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കുക. എന്നിട്ട് വായിക്കാത്തിട്ട് വെറുതെ ഇരുന്നാലും വായിക്കാത്തുനിന്ന് കോലിട്ട് കുത്തിക്കഴിഞ്ഞാൽ ആരാ മിണ്ടാത്ത ആരായാലും മിണ്ടിപ്പോവും. നമ്മൾ പറയുന്ന റീസൺ ഇതൊക്കെയാണ്. അവിടെ നമ്മൾ പ്രതികരിക്കും. ഹാലല്ലേ. കാരണം എന്താ, നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. പഴയ മനുഷ്യൻ മരിക്കാതെ ഒരിക്കലും പുതുമനുഷ്യൻ വെളിപ്പെടത്തില്ലെന്നേ. എന്തുകൊണ്ടാണ് നമ്മളിലൊക്കെ പുതിയ മനുഷ്യൻ പൂർണ്ണമായും വെളിപ്പെടാത്തത്, അകത്തെ മനുഷ്യൻ പൂർണ്ണമായും പുറത്തേക്ക് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറമേ ഉള്ളതെന്ന് ചത്തിട്ട് വേണ്ടേ അകമേ ഉള്ള പുറത്തുനിന്ന് ഇറങ്ങാനായിട്ട്. ഹല്ലേലൂയ. ആമേ. എല്ലാവരും ഹല്ലേലൂയ ചെയ്ത്. ഇത് എന്നോട് ദൈവം ഇടപെട്ടതായതുകൊണ്ട്, അല്ല, ഞാൻ എപ്പോഴും നമ്മൾ വചനം വായിക്കുക, നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ ഇത്, അല്ലെ, മറ്റുള്ളവരോടും പറയുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇവിടെയൊക്കെ നമ്മൾ മരിക്കാനുണ്ടിനി, നമ്മൾ ത്യജിക്കാനുണ്ടിനി. നമ്മൾ എന്ന വ്യക്തിത്വത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുക. പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും സാറാമ്മ എന്ന വ്യക്തിത്വത്തെ കാണുമ്പോൾ, പഴയ ആൾക്കാരെ കാണാൻ ഇന്നും സാറാമ്മയായിട്ട് തന്നെ അവർ വെളിപ്പെടുന്നതെങ്കിൽ, ഹല്ലേലൂയ, മരിച്ചിട്ടില്ല, ത്യജിച്ചിട്ടില്ല. ഞാൻ പൂർണ്ണമായി മാറി സിസ്റ്റർ, എനിക്ക് പഴയ സ്വഭാവങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, ഞാൻ പുതിയ വ്യക്തിത്വമായി മാറി എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരാണ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ യോഗ്യരായിട്ടുള്ളത്. അവരാണ് യഥാർത്ഥ ശിഷ്യനായി മാറിയിരിക്കുന്നത്. അവരിലൂടെയാണ് ക്രിസ്തു വെളിപ്പെടാൻ പോകുന്നത്. അവരിലൂടെയാണ് ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യം സ്ഥാപിക്കണമെന്ന് ഒരുവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന് ആരാകണം വെച്ചാൽ അവൻ ക്രിസ്തു ആകണം. അവനെ കാണുന്നത് ക്രിസ്തുവിനെ കാണണം. ഹല്ലേലൂയ. ആമേൻ. രാവിലെ സന്തോഷത്തോടെ എന്തെങ്കിലും നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനമൊക്കെ കേൾക്കാമെന്ന് മീന സിസ്റ്റർ വെറുതെ ഇരുന്നിട്ട് മനുഷ്യനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യേശുക്കത്ത് എടുത്ത് പറഞ്ഞേക്കുന്ന ആ വാക്യ, ആ അധ്യായ, ആ ഒരു 2-3-4 വാക്യത്തിൽ എത്ര പക്ഷെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ഇരിക്കുന്ന താൻ എന്ന ഭാവമാണ് അകം ഭാവം എന്ന് പറയും. ആ താൻ എന്ന ഭാവം, താൻ പോകണം. ഹാലലിയ. കർത്താവേ യേശു യഹോവയാൻ ദൈവം, ഹാലലിയ, മോശയോട് വെളിപ്പെട്ട് മോശ ചോദിക്കുന്നു, ഫറവോനോട് പോയിട്ട് നീ ആരാണെന്ന് പറയണം, അല്ലെങ്കിൽ നീ ദൈവമേ നിന്റെ പേരെന്താണ്, അല്ല നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു, അങ്ങനെ മറുപടി പറഞ്ഞു. അല്ല, ഞാൻ യഹോവയാകുന്നു എന്ന് പറയാമല്ല, മോശയോട് പറഞ്ഞത് മോശയ്ക്ക് ദൈവം ആരാ വെച്ചാൽ ഞാനാകുന്നു, ഞാനെന്ന് വെച്ചാ ഞാൻ ആരായിട്ടാണോ നിനക്ക് വെളിപ്പെടേണ്ടത് അതായിട്ട് ഞാനവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ആ ഐ എന്ന് പറയുന്ന സ്ഥാനം, ഹല്ലേലൂയ, അവിടെ എന്തായിട്ട് അവിടെ ആയിട്ട് മാറുമെന്നുള്ള, അല്ലെങ്കിൽ നീ നിന്റെ കൂടെ ഞാൻ കയറി നിൽക്കുകയാണ്, അല്ലെ ഞാൻ നിന്നിലൂടെ വെളിപ്പെടാൻ പോകുന്ന വെച്ചാൽ നീ എന്താണോ ആയിട്ടാണ് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതായിട്ട് ദൈവം വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ അതായിട്ട് ദൈവം വെളിപ്പെടും. അപ്പൊ അവിടെ കർത്താവ് ദൈവം എന്തായിട്ട് വെളിപ്പെടും, അതായിട്ട് വെളിപ്പെടണം എന്ന് പറഞ്ഞപ്പം, അതുപോലെ നമ്മളും എന്താകണം എന്നുള്ളത്, എന്തായിരുന്നു എന്നുള്ളതായിട്ടല്ല, നമ്മളോട് ആര് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, ദൈവം വെളിപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ നമ്മൾ പറയും മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. എന്നിട്ട് എവിടെ നമ്മൾ ക്രിസ്തു ഇരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ എവിടെ എന്നിട്ട് എന്തിനാ മറച്ചു വെക്കുന്നത്? എന്റെ ഒക്കത്തിപ്പോ എന്റെ കൊച്ചിരിക്കുകയാണെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ടപ്പോ ആൻമരിയ എന്റെ കയ്യിലിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ കാണുന്നൊരു ആൻമരിയെ കാണണം, ഇല്ലേ? ഹല്ലേലൂയ. എന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഇപ്പൊ എന്റെ മൊബൈൽ ഇരിപ്പുണ്ട്, അത് ആൾക്കാർ കാണുന്നതാണ്. അപ്പൊ അതിൽ ക്രിസ്തു നമ്മളിരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ കയറി ഇരിക്കുന്നു എന്നല്ല, നമ്മളിൽ ഇരിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിലേക്ക്. എവിടെയും മഹത്വം. എന്തുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല? കാരണം നമ്മൾ സമ്മതിക്കുന്നില്ല, നമ്മൾ മറച്ചു വെക്കുക, അടക്കിയിരുത്തുക. കാരണം നമ്മൾ കർത്താവേ അവിടെ ഇരുന്നു, ഇപ്പൊ പുറത്തോട്ട് വരണ്ട, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ നിന്നോളാം. ഹല്ലേലൂയ.
ഇവിടെ ഞാൻ തന്നെ നിന്നുകൊള്ളാലും ഞാൻ തന്നെ വെളിപ്പെട്ട നീ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങണ്ട എന്ന് നമ്മൾ ഓരോ ദിവസവും കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഇവിടെ ഇരുന്നു. ആമീൻ. അല്ലെ, കാരണം ക്രിസ്തു എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അഭിഷിക്തൻ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അഭിഷേകമുള്ളവനായ അഭിഷിക്തൻ. എന്നിട്ട് ഈ അഭിഷേകത്തിന്റെ ഹോൾസെയിൽ എന്ന് വെച്ചാൽ എന്തൊക്കെ അഭിഷേകത്തിന്റെ ചലിക്കാൻ പറ്റും, ആ അഭിഷേകത്തിന്റെ ഹോൾസെയിൽ ആയിട്ടുള്ള അഭിഷേകം നമ്മുടെ ഉള്ളിൽ കയറി ഇരിക്കുക, നമ്മളിരിക്കുക. നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ട് ഒരു അഭിഷേകം വരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് ചിന്തിക്കാനുള്ള കാരണം നമുക്ക് എവിടെയൊക്കെയോ മാറ്റം വരണം. കാരണം എവിടെയൊക്കെയോ അല്ല, നമ്മൾ എന്ന എപ്പോഴാണ് യേശു ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു കാര്യം എനിക്ക് സാധിക്കുന്നില്ല, എന്നോട് ഒരാൾ മല്ല് പിടിക്കാൻ വന്നു തരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് അയാളെ ജയിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ വെച്ചാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്നെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഞാൻ വിളിക്കാന്ന് വെച്ചാൽ അവരും കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് ജയിക്കാൻ കഴിയത്തുള്ളെങ്കിൽ ഹല്ലേലൂയ. ഇതുപോലെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. നമുക്ക് ജയിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മല്ല് പിടിച്ചാണ് ജയിക്കത്തില്ല. പക്ഷേല് നമ്മൾ ഇരിക്കുന്ന ഒരു മല്ല് പിടിക്കേണ്ട ഒന്ന് നോക്കിയാൽ, ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ ആ വിഷയങ്ങൾ മാറും. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അവിടെ ഇരിക്കുക, നീ അടങ്ങിയിരുന്നു, നോക്കണ്ട, വെളിപ്പെടണ്ട, ഇടപെടണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പലതും നമ്മളാൽ സോൾവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ക്രിസ്തു വെളിപ്പെടുന്നത് വെച്ചാ നമ്മൾ പരാജയം പറയണം. ഹല്ലേലൂയ. നമ്മൾ പറയണം നമ്മളുടെ എന്താണ് ഞാൻ എന്ന വ്യക്തിത്വം എടുത്ത് മാറ്റുകയാണ്. ഈ ഞാനിലൂടെ നീ ഒന്ന് വെളിപ്പെടണം. അപ്പൊ ഞാൻ മാറിക്കൊടുത്താൽ മാത്രമേ അടുത്ത ആള് കൺട്രോൾ എടുക്കത്തുള്ളൂ. ഞാൻ മാറാതെ മുമ്പിൽ കയറി നിൽക്കുന്നത് കൊണ്ടാ എന്തുകൊണ്ടാണ് വെളിപ്പെടാതിരിക്കുന്നത്. അപ്പൊ ഈ നമ്മളുള്ള ഈ ഞാൻ എന്ന ഭാവം വ്യക്തിത്വം പൂർണ്ണമായും അതാണ് കർത്താവ് തന്നെത്താൻ ത്യജിക്കണം. നമ്മൾ മരിക്കണം. ഹല്ലേലൂയ. നമ്മളത് വ്യക്തിത്വം മരിക്കണം. അവിടെ അതാണ് പറയുന്നത്, തന്നെത്താൻ ത്യജിക്കണം എന്ന് പറയുമ്പോൾ മറ്റൊന്നും അല്ല, നിന്നെ പൂർണ്ണമെടുത്ത് പുറത്ത് കളയണം. ആൻമരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. എന്തൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ആരോടും ഇങ്ങനെ നമ്മുടെ അനിൽനാരായണ പാസ്റ്റർ വൈഫ് ആംബ്ലാൻഡിയായിട്ട് വൈകിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മോളെ കാര്യം പറഞ്ഞു. മോളെ കണ്ടാൽ തന്നെ അറിയാം, മോള് ഭയങ്കര ദൈവകൃപയൊക്കെ പോകുന്ന കുഞ്ഞാണ്. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം വന്ന മാറ്റം. പണ്ടായിരുന്നെങ്കിൽ ചർച്ചിപ്പാൻ മടിയ, വന്നാലോട് ഉറക്കം തൂങ്ങും. ഇതായിരുന്നു സാർ. പക്ഷെ അഭിഷേകം വന്നപ്പോൾ അഭിഷേകം അവളെ കുറെ മാറ്റി. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ അഭിഷേകം നമ്മളിലൊക്കെ നിൽക്കുമ്പോൾ, അഭിഷിക്തൻ നമ്മൾ തിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ പലയിടത്തും അഭിഷേകത്തിന്റെ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിഷിക്തനൊന്ന് വെളിപ്പെടാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മതി. നമ്മൾ എന്ന വ്യക്തിത്വത്തിന്റെ പല സ്വഭാവങ്ങളും ക്രിസ്തുവുമായിട്ട് ഒത്തുപോകുന്നില്ല. ക്രിസ്തുവിന് വെളിപ്പെടാൻ പറ്റുന്നതല്ല. ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ അതിനെ അടിച്ചമർത്തി മാറ്റിയിട്ട് വേണേൽ ചെയ്യാം. പക്ഷെ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നമ്മുടെ ദൈവം മാന്യനാണ്, ഡീസന്റ്. പിശാചിനെ പോലെ ഒരു മാന്യത ഇല്ലാത്ത ഇടിച്ചു കയറി പലയിടത്തും വരുമ്പോൾ കർത്താവ് വരുത്തൊന്നുമില്ല. കർത്താവ് നല്ല ഡീസന്റ് ആണ്. അതുകൊണ്ട് കർത്താവിന്റെ സ്വഭാവം കർത്താവ് ത്യജിക്കാനൊന്നും റെഡിയല്ല. ദൈവത്തിന്റെ സ്വഭാവത്തെ ഒന്നും ത്യജിക്കാൻ വിട്ടുകളയാൻ റെഡിയല്ല. അതുകൊണ്ട് നമ്മൾ എന്ന വ്യക്തിയോട് പറഞ്ഞാൽ തന്നെത്താൻ ത്യജിച്ചു നിഷേധിച്ചു നാൾ തോറും തന്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അപ്പൊ തന്റെ ജീവൻ എന്ന് വെച്ചാൽ നമ്മളാകുന്ന ഈ ഞാൻ എന്ന വ്യക്തിത്വത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന ജീവൻ എന്നല്ല, നമ്മളെ ഈ ഞാൻ എന്ന പാവമാണ് അവിടെ എല്ലാം പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നിട്ട് ആമീൻ. ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ആരെങ്കിലും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ, ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു നിമിത്തം നമ്മൾ അങ്ങ് മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ജീവൻ പോയാലും കുഴപ്പമില്ല, അങ്ങനെ കളഞ്ഞാൽ അത്. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന ഈ തന്നെ എന്നെല്ലാം പറഞ്ഞേക്കുന്നേ നമ്മൾ എന്ന വ്യക്തിത്വത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിടെ സംസാരിക്കുന്നു. ഞാൻ എന്നിടത്തെല്ലാം വെട്ടിയിട്ട് നമ്മൾ എന്ത് പറയുമ്പോൾ എനിക്ക്
ഞാൻ ഇത് അത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നിടത്ത് അവിടെ യേശുവിന് ഇഷ്ടമുള്ളത് എഴുതാൻ പഠിക്കണം. ഹല്ലേലൂയ. യേശുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്? ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റണം അവിടെ. ഹല്ലേലൂയ. എന്റെ യേശു എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടാ സിസ്റ്റർ അവിടെ പറഞ്ഞു. നോ, യേശുവിന് ഭയങ്കര ആഗ്രഹമാണ്. അല്ലെ യേശുവിന് ഇഷ്ടമല്ല, അല്ല യേശുവിന് ഇഷ്ടമല്ല അവിടെ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സ് വരുമ്പം ആ ഇഷ്ടങ്ങളൊക്കെ വെട്ടിയിട്ട് അവിടെ യേശുവിന്റെ ഇഷ്ടങ്ങൾ എഴുതി തുടങ്ങിക്കും. ഹല്ലേലൂയ. എന്റെ യേശുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്കും ഇഷ്ടമില്ല. എന്റെ യേശുവിന് വേണ്ടാത്ത ഒന്നും എനിക്കും വേണ്ട. ഹല്ലേലൂയ. അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും എത്ര വിലപ്പെട്ടതാണെങ്കിലും യേശു കർത്താവ് നോ പറയൽ ഇഷ്ടമില്ലാതെ യേശുവിന് വിഷം ഞാൻ പറയാം. നമ്മളിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമുണ്ടോ? നമുക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം ചിലപ്പോൾ വലുതായിരിക്കും ഈ ഭൂമിയിൽ. പക്ഷെ അതിന്റെ ഏരിയ 70 അല്ലെങ്കിൽ 80, അല്ലെ മാക്സിമം പോയ ആൾക്കാരൊക്കെ 100 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടി കിട്ടുന്ന ഈ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുഗായുഗങ്ങളോളം ഹല്ലേലൂയ ദൈവത്തിന് കൂടെ വാഴുവാനുള്ള ആ സൗഭാഗ്യം നഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണ് നമ്മളിവിടെ യേശുവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറയുന്നുണ്ട്? നമ്മൾ ഇനി ജീവിക്കണം മൊത്തം യേശുവിന്റെ കൂടെയാന്നേ. ഈ കല്യാണമൊക്കെ നിശ്ചയിച്ചത് ആ പെണ്ണും ചെറുക്കനൊക്കെ ആൾക്കാർ കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. പറയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം, അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചറിയണം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം എന്തിനു വേണ്ടിയിട്ട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റേഷ്യാലി സിസ്റ്റം മോന്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചേക്കുക. മെയിലും കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർക്ക് എന്താ പരസ്പരം മനസ്സിലാക്കണം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം ചിലപ്പോൾ അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ഇഷ്ടം വേണ്ട അല്ലെങ്കിൽ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞതിനെ കുറേയൊക്കെ വേണ്ടത് മാറ്റി ചിലതൊക്കെ രണ്ടുപേർക്കും ഒരുമിച്ച് ഇഷ്ടമുള്ളത് കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ അവർ ഒരുമിച്ചൊരു ജീവിതം നയിക്കാൻ പോകുന്നവരാണ്. ഒരുമിച്ചൊരു ജീവിതം നയിക്കാൻ പോകുന്നവര് ഒരേ മനസ്സുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുക. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് യേശുവിന്റെ ഇഷ്ടം തിരിച്ചറിയുക പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നൊടി നേരത്തൊക്കെ ജീവിതമല്ല, പിന്നെ ജീവിക്കേണ്ട മൊത്തം കർത്താവിലൂടെയാന്നേ. അവിടെ ചിലപ്പോൾ കർത്താവിന്റെ ഇഷ്ടമൊന്നും അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് പിന്നെ എങ്ങനെ നമ്മൾ ഒന്നിച്ചു പോകും? അവിടെ കണ്ണുനീരില്ല, മുറവിളിയില്ല, അടിയില്ല, വഴക്കില്ല, ഒന്നുമില്ല, സന്തോഷം മാത്രം. അപ്പം നമുക്ക് അവിടെ കർത്താവിന്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതി അവൾ പഠിച്ചില്ലെങ്കിൽ അവിടെ അങ്ങോട്ട് കേട്ടത്തില്ല. അത്രേ ഉള്ളൂ. ഇവിടെ നീ വന്നാൽ കലഹം ഉണ്ടാക്കും. നീ നിന്റെ ഇഷ്ടത്തിന് മാന്ന് നോക്കും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി നമ്മൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് യെരൂശലേമിൽ പോകണം, അല്ലെങ്കിൽ ഇസ്രായേലിൽ പോകണം. കർത്താവ് യെരൂശലേമിൽ അവിടെ വെക്കുന്ന. പക്ഷെ ഇതെല്ലാം ഇതെന്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ഞാൻ ഇനി പോകാൻ തീരുമാനം കർത്താവ് പറയാം മോളെ നീ പോണ്ടെന്ന് പറഞ്ഞാല് നീ അങ്ങോട്ട് പോകണ്ട. അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാ അത് വേണ്ടെന്ന് വെക്കാൻ പഠിക്കണം. ഓരോരുത്തർക്കും ഡ്രീമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുഞ്ഞുനാളെ പഠിക്കുമ്പോൾ എനിക്ക് അതാകണം ഇതാകണം. കുറെ നാളെ കഴിയുമ്പോൾ ദൈവം പറയാ മോനെ നീ അതാകണ്ട, മോനെ നീ ഇതായാൽ മതി എന്ന് പറയുമ്പോൾ ആ ശരി യേശപ്പച്ച. അപ്പൊ അത് വേണ്ടെന്ന് പറയാനുള്ള മനസ്സ് നമുക്ക് വേണം. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണോ? ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ഓരോ ദിവസം ഒന്ന് പ്രാർത്ഥന റിക്വസ്റ്റ് ഒക്കെ നമ്മൾ ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും നമ്മൾ. പക്ഷെ ഈ പ്രാർത്ഥിക്കും മുമ്പ് ദൈവമേ നിന്റെ ഇഷ്ടമാണോ ഇത് നമ്മളാരും ചോദിക്കാറൊന്നുമില്ല. നമ്മളിങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക കർത്താവ് ഇതൊക്കെ എന്റെ ആവശ്യം, ഇതൊക്കെ എനിക്ക് തന്നേക്കണേ. അതില് ദൈവമേ ഇത് എനിക്കിങ്ങനെ ആഗ്രഹം എന്റെ മനസ്സിൽ വന്നു, ഈ ആഗ്രഹം ഇത് നിന്റെ ആഗ്രഹമാണോ? ഈ ഇഷ്ടം നിന്റെ ഇഷ്ടമാണോ? ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണോ? ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കണോ എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല. അതാണ് ക്രിസ്തു നമുക്ക് ആരാണെന്ന് ആദ്യം ചോദിച്ചത്. നമുക്ക് കാര്യം സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ കർത്താവ് പറയുന്നുണ്ട്. മറ്റേ പിറ്റേ ദിവസം പുരുഷാരൊക്കെ വന്നപ്പോൾ പറയുന്നുണ്ട് ഇവര് അപ്പം കിട്ടിയോണ്ട് അന്വേഷിച്ച് വന്നത്. ഹാലലൂയ. അവിടെ കർത്താവിനെ സ്നേഹിച്ചിട്ടല്ല അവർ വന്നത്. സ്നേഹിച്ചിട്ടാ വന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കാൻ പറയുമ്പോൾ അവര് അവിടെ ഒരാളെങ്കിലും എതിർത്ത് പറഞ്ഞാൽ വരുന്നു. ഹല്ലേലൂയ. ഇവിടെ എന്നിട്ട് അവിടെ പറയുന്ന ഒരു മനുഷ്യൻ സർവ്വലോകം നേടി തന്നെത്താൻ അവിടെ പറഞ്ഞ ഒരു മനുഷ്യൻ സർവ്വലോകം തന്നെത്താൻ നഷ്ടമാക്കിയാൽ ഹല്ലേലൂയ ഛേദം വരുത്തുക ചെയ്ത അവന് എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനെയും തന്റെ പിതാവിന്റെ വിശുദ്ധ ദൂതന്മാരുടെ മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. എന്നാൽ ദൈവരാജ്യം കാണുമ്പോൾ മരണം ആസ്വദിക്കാത്ത ചിലർ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരുണ്ട് എന്ന് സത്യമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞ ശേഷം ഹല്ലേലൂയ ഇവിടെ
പിന്നെ നമ്മൾ മുമ്പോട്ട് കർത്താവ് രൂപാന്തരപ്പെടുന്ന സ്ഥലത്ത് എഴുതിക്കുന്നു ഇവിടെ. അത് കഴിയുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദൈവം പറയുന്നത് എൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുപ്പിനെന്ന് ഒരു ശബ്ദമുണ്ടായി. ആമേ. ശബ്ദമുണ്ടായ നേരത്തെ യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടത് ഒന്നും ആ നാളുകൾ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. 35-ാം വാക്യത്തിന്റെ ലാസ്റ്റ് വെച്ച് അവിടെ പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പിൻ. ഇത് സ്വർഗത്തിൽ നിന്ന് പിതാവാൻ ദൈവം പറയുന്നതാണ് അവിടെ ഇരുന്നവരോട് പറയും. പക്ഷേ നമ്മളോടും ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവനെ ചെവി കൊടുപ്പെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ദൈവത്തിന്റെ യേശു കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വന്നിരുന്നിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ ആർക്കാണ് ചെവി കൊടുക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എത്ര പേര് ആ ശബ്ദം കേൾക്കുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയാറുണ്ട്, നേരത്തെ എൻ്റെ അറിവ് ഞാൻ പറയാം, സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയാൽ പോലും പരിശുദ്ധാത്മ എന്നെ സഹായിക്കാറുണ്ട്. ഹാലയില്ല, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ എന്നെ സഹായിക്കാറുണ്ട്. അല്ല, ഞാൻ എവിടേക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ഞാൻ ഇപ്പൊ കുളിക്കുമ്പോഴും ബാത്റൂം എല്ലാ സമയത്തും പരിശുദ്ധാത്മ സംസാരിക്കാറുണ്ട് നമ്മളോട്. ഹാലയില്ല. പക്ഷെ നമ്മൾ എത്ര പേര് ഇത് കേൾക്കുന്നുണ്ട്? എത്ര പേര് ഇത് ചെവി കൊടുക്കുന്നുണ്ട്? കാരണം കേൾക്കാതിരിക്കുന്ന കാര്യം നമ്മൾ ചെവി കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന, ആരെങ്കിലും പ്രാർത്ഥിച്ചതിന്റെ വിഷയത്തിൽ ഒരു മറുപടി, ഒരു ആലോചന പറഞ്ഞു കൊള്ളാന്ന് ആലോചന കേൾക്കാൻ പോകും നമ്മൾ. ഹാലയില്ല, കിലോമീറ്റർ സഞ്ചരിച്ച് പോകും. കാരണം എന്താ പറഞ്ഞിട്ട് ആലോചന എന്താ, ദൈവം നമ്മളോട് എന്താ സംസാരിക്കുക? പക്ഷെ ദൈവം നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ പറയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പിൻ എന്ന് പറഞ്ഞ പോലെ. എന്താണ് യേശു കർത്താവ് എന്ന് വിളിച്ച് പറയുന്നത്? അവരോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കണമെന്നാ പറഞ്ഞു. പക്ഷെ ഇന്ന് യേശു കർത്താവ് ഹാലയില്ല നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നില്ല എങ്കിലും മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുന്നു. ഹാലയിലു. അത് വെറുതെ നമ്മൾ രസത്തിന് വേണ്ടി പറയുന്ന വചനമല്ല. യഥാർത്ഥമായിട്ട് ക്രിസ്തു നമ്മൾ ഇരിക്കുന്നുണ്ട്. ഹാലയില് ആ ക്രിസ്തു അതാ പരിശുദ്ധാത്മാവായി നമ്മൾ വന്നിരിക്കുന്നുണ്ട്. ഈ ആത്മാവ് നമ്മളോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് രാവിലെ 3 മണി തുടങ്ങി 6 മണി വരെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ അരമണിക്കൂർ അല്ലെ 10 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാം. ഇങ്ങനെയാണോ? നിങ്ങൾ ഞായറാഴ്ച ചർച്ചിൽ പോയി നിൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ, ചർച്ചിലൊക്കെ ഇല്ല, 1/2 മണിക്കൂർ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല. കാരണം നമ്മളിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഹാലയില്ല കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഞാനും സാറാമ്മ സിസ്റ്ററും ഒരു റൂമിലാണ് താമസിക്കുന്നതെങ്കിൽ ഞങ്ങള് ഉണർന്നിരിക്കുമ്പോഴും ഒരുമിച്ചിരിക്കുമ്പോഴും എല്ലാം ഞങ്ങൾ പരസ്പരം സംസാരിക്കും. കാരണം വെച്ചാൽ ജീവനുള്ള 2 വ്യക്തികൾ അവിടെ നിന്ന് സംസാരിക്കും. പ്രതിമയൊന്നും അല്ലല്ലോ. അതായത് ജീവനുള്ള ക്രിസ്തുവാണ് നമ്മളിരിക്കുന്നത്. ജീവന്റെ ഉറവിടം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് സംസാരിക്കാതിരിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മൾ ചെവി കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ മറ്റ് പലതിനും ചെവി കൊടുക്കുന്നത് കൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കേൾക്കുന്നില്ല എന്നുള്ള സത്യം. നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള സത്യം. നമ്മൾ ദൈവത്തിന് ചെവി കൊടുക്കേണ്ട സ്ഥാനത്ത് മറ്റ് പലതിനും ചെവി കൊടുത്താൽ പണ്ട് ഒരമ്മച്ചിക്ക് പറ്റിയതുപോലെ പറ്റും. എവിടെയാന്നറിയാ? ഏദൻ തോട്ടത്തില്. ഹാലൂയ. ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്ന ഹൗവ ഇടയ്ക്കൊരാള് കയറി വന്ന് ഹാലേലിയ സംസാരിച്ചപ്പോൾ അത് കേൾക്കാൻ ചെവി കൊടുത്തപ്പോ ദൈവത്തിന്റെ ശബ്ദം അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചൊന്നും പുള്ളിക്കാരി കേട്ടില്ലെന്നേ, അല്ലെങ്കിൽ മറന്നുപോയി. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്നല്ലെ ഫെലോഷിപ്പ് വെക്കുന്നത്? ഹാലേലുയ. ഇത് നമ്മൾ നമുക്ക് ഫെലോഷിപ്പ് ഒരുവനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. ആരാന്ന് വെച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആത്മാവുമായിട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമെങ്കിൽ നമ്മളെ തെറ്റിക്കാൻ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. ഒരാള് നമ്മളോട് ഇപ്പം പറയാ, നമ്മളുടെ അമ്മ പറയുന്ന നമുക്ക് ഒരു വിശ്വാസിയാകട്ടെ ഒരു അവിശ്വാസിയാകട്ടെ, ഒരു ദൈവത്തിന്റെ ദാസനാകട്ടെ ദാസിയാകട്ടെ, ആര് നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് അപ്പം തന്നെ, പിന്നീട് അല്ല, ആ സെക്കൻഡിൽ തന്നെ, അതേ നിമിഷം തന്നെ ഇത് നമുക്ക് വിവേചിച്ചു തരും. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ ദൈവത്തിൽ നിന്നില്ലാത്തയാണോ എന്ന്. ഹല്ലേലൂയ. കാരണം എന്താ പറയട്ടെ, നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞ അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞേക്കുന്നത്. ഫോഴ്സ്കൂടെ കൊണ്ടുപോകത്തില്ല. കള്ളം വിശ്വസിച്ച് പോകാൻ സമ്മതിക്കത്തില്ല. അവിടെ
ഇത് തിരിച്ചറിയാത്ത എന്താന്ന് പറയുക, ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, അവന് നമ്മൾ ചെവി കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. ഇത് രണ്ട് കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നല്ല എന്നോട് പറഞ്ഞത്. ഹല്ലേലൂയ. ആമീൻ. ഇവിടെ പിന്നെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ആമീൻ, യേശു കർത്താവ് വീണ്ടും പറയുന്നൊരു കാര്യം 33-ാം വാക്യത്തിൽ 45-ാം വാക്യത്തിൽ പറഞ്ഞ യേശു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അത് തിരിച്ചറിയാതെ കൊണ്ട് അവർക്ക് മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ വശം. എന്തുകൊണ്ട് ആ വാക്ക് അവർ ഗ്രഹിക്കാരെന്ന് വെച്ചാൽ അതിന് തൊട്ട് താഴത്തെ വാക്യമാണ് അതിന്റെ ഉത്തരം. അവരിൽ ആർ വലിയവനെന്ന് അവരുടെ ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരാണ് വലിയവൻ, ആരാണ് യേശുവിനെ ചേർന്നിരിക്കുന്നത്, ആരാണ് ഇടതുവശത്ത് വലതുവശത്തിരിക്കുന്നത്, ഇതൊക്കെയാണ് അവരുടെ തർക്കമെങ്കിൽ അവരിൽ ഇങ്ങനെ വാദം നടക്കുന്നുണ്ട്. പലപ്പോഴും യേശു പറഞ്ഞ് പലതും അവർക്ക് ഗ്രഹിക്കാൻ പറ്റാതായിപ്പോയത്. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കും, നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മുടെ ചിന്തകൾ വേറെ പല സ്ഥലത്താ. ഇവരുടെ ചിന്ത എന്താണ്? യേശുവിന് 12 ശിഷ്യന്മാരുണ്ട്, ഇതിൽ ആരാ വലിയവൻ, ആരാണ് യേശുവിനെ അടുത്ത് എന്നെ ഒരാൾ പറയും, എന്നെ ഇടത്തും വലത്തിരുത്തണം, ഒരാൾ ഞാൻ മാറോട് ചേർന്നിരിക്കുന്ന ആളാണ്. ഇങ്ങനെ ഹാലലിയ ഇതിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ഹാലയില്. നമ്മളിപ്പോ ഒരു ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഹാലയില് നമുക്ക് ഓഫർ ലെറ്റർ തരുമ്പോൾ തന്നെ അതിനകത്ത് ഉണ്ടാകും നമ്മുടെ പൊസിഷൻ എന്താന്ന്. അപ്പൊ നമ്മൾ അവിടെ ആരാ വലുത് ആരാ ചെറുതാന്നുള്ള തർക്കമില്ല. പിന്നെ ഇപ്പൊ 2-3-4 മാനേജേഴ്സ് ഒക്കെ ഉണ്ട്, മറ്റു പല ഡിപ്പാർട്ട്മെന്റ് മാനേജർമാരൊക്കെ ഉണ്ട്, അവർ തമ്മിൽ ചില അടിയൊക്കെ ഉണ്ടാകും. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പറയും ഞാനാണ് ഈ കമ്പനിയുടെ നെടുന്തൂണ്. ഫൈനാൻസ് മാനേജർ പറയും, അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ പറയും ഞാനില്ലെങ്കിൽ കമ്പനി ഒന്നുമല്ല എന്ന് പറയും. അപ്പൊ അടുത്ത ആൾ പ്രൊഡക്ഷൻ മാനേജർ, ഞാൻ പ്രൊഡക്ഷൻ മര്യാദയ്ക്ക് നടത്തില്ലെങ്കിൽ കച്ചവടം നടക്കത്തില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും വേണമെങ്കിൽ ഒരേ ഗ്രേഡുള്ളവർക്ക് തമ്മിൽ ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇവർ ഗ്രഹിക്കാതെ പോയെന്നുള്ളത്? ഇവർ ആർ വലിയവനെന്ന് നമ്മളിലും ഇതുപോലെ പലവിധ ചിന്തകൾ നമ്മൾ ഭരിക്കുകയാണ്. നമ്മളൊരു മത്സര ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും കർത്താവ് പറഞ്ഞത് പലതും നമുക്ക് മനസ്സിലാകത്തില്ല. അവിടെയൊക്കെ മത്സരബുദ്ധിയൊന്നും ഇല്ലാതെ തന്നെത്താൻ താഴ്ത്തി ഹാലല്യ ഒരു ശിശുവിനെ പോലെ നമ്മൾ ആകുമെങ്കിൽ ദൈവം പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും. കാരണം കുഞ്ഞുങ്ങളോട് എന്ത് നമ്മൾ പറഞ്ഞാലും അവരത് കണ്ണും പൂട്ടി വിശ്വസിക്കും. അല്ലാതെ ഇത് നടക്കുവോ, ഇതിന് വല്ല ചാൻസും ഉണ്ടോ, ഈ പറയുന്നതൊക്കെ എങ്ങനെ സംഭവിക്കാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ വലിയ ആൾക്കാർ അങ്ങനെയൊക്കെ കേട്ട ചിന്തി. പക്ഷെ കുഞ്ഞുങ്ങളോട് പറഞ്ഞേ, കുഞ്ഞുങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കും അവരുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയെല്ലാം അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞപ്പോ എൻ്റെ ഒരു കുഞ്ഞിനോട് വിശന്നപ്പോ അമ്മ പറഞ്ഞു, മോളെ പോയിട്ട് 2 മക്കളുണ്ട്, മോളെ പോയിട്ട് യേശുപ്പച്ചനോട് വല്ലതും തരാൻ പോ, യേശുപ്പച്ചനോട് പോയി പ്രാർത്ഥിക്കും, ഭക്ഷണമില്ല അവർക്ക് കഴിക്കാൻ. മൂത്ത കുഞ്ഞു പോയിട്ട് പറഞ്ഞ അവിടെ ഇന്ന് കഞ്ഞിയാണ്. അവൻ പറഞ്ഞു ദൈവമേയൊക്കെ കഞ്ഞി തന്നെ കൊടുക്കുക. അപ്പോൾ ഇളയവർ പറഞ്ഞു ദൈവത്തോടെ എന്തിനാ കുറയ്ക്കുന്നത്, കർത്താവേ യേശുപ്പച്ച എനിക്ക് പൊറോട്ട ബീഫ് ഫ്രൈയും തരണേ. അവള് പോയി പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോകുന്നതാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പൊ അമ്മ ചോദിച്ചു നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പറഞ്ഞു പിന്നെ യേശുപ്പച്ചൻ എന്താ പൊട്ടനാണ് 10 പ്രാവശ്യം പറഞ്ഞു. ഞാൻ 1 പ്രാവശ്യം പറയാൻ പോരെ, അത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞു. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. അവർ നിഷ്കളങ്കമായിട്ട് അവർക്കറിയാം യേശുപ്പച്ചൻ 1 പ്രാവശ്യം പറയണ്ട, എന്റെ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ കർത്താൻ. അപ്പൊ ഞാൻ 1 പ്രാവശ്യം പറയാം, യേശുപ്പച്ചൻ കേട്ട് കഴിഞ്ഞു. നമുക്ക് ആ വിശ്വാസം ഇല്ല. നമ്മൾ പിന്നെ നാളെ ദൈവമേ ഹാലയില്ല തരണേ, പിന്നെയും പറയും തരണേ തരണേ തരണേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ വിശ്വാസം ഇല്ല, കുഞ്ഞുങ്ങളുടെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അവൾക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ സംഭവം കിട്ടിയപ്പോൾ അവൾ ചേട്ടനോടും പറഞ്ഞു ഞാനല്ലേ പൊറോട്ട ബീഫ് ഫ്രൈ, നീ കഞ്ഞിയല്ലേ ഫ്രൈ, നിനക്ക് പക്ഷെ നിനക്കും കിട്ടിയ പൊറോട്ട ബീഫ് ഫ്രൈ കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഹാലയില്ല, ഇതാണ് കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന. ഹാലയില്ല. എന്റെ മോളെ ഇടപ്പൊക്കെ പറയാണ്ട് നീ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ ചെക്കണേ, ഞാൻ 1 പ്രാവശ്യം പറഞ്ഞിട്ട് യേശപ്പത്തിന് അറിയത്തില്ല, 1 പ്രാവശ്യം പറഞ്ഞല്ലേ. അവൾ എന്നോട് ചോദിക്കണം, ശരിയാ അവരുടെ വിശ്വാസം ശരി. കർത്താവ് പറഞ്ഞേക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ലഭിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാം വിഷയം ഇല്ല, അത് കിട്ടിയതിന് ഓർത്ത് സ്തോത്രം ചെയ്യും. നമ്മൾ പിന്നെ ഇരുന്ന് അയ്യ കർത്താവെ തരണേ തരണേ എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം ഇല്ലാത്തത് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ തർക്കമുണ്ടായിരുന്നു അവരുടെ ഇടയിൽ. തർക്കങ്ങൾ ഉള്ളിടത്ത്, മത്സരമുള്ളിടത്ത് ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ മറ്റുള്ളവർ തന്നെക്കാൾ വലുതെന്ന് തന്നെക്കാൾ താഴ്ന്ന് കാണണമല്ല, ഞാൻ ഏറ്റവും ഉയരത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം ഉള്ളിടത്തെല്ലാം എന്ന് വെച്ചാൽ പലപ്പോഴും ദൈവം പറയുന്നത് ഗ്രഹിക്കാൻ പറ്റത്തില്ല അവർക്ക്. അപ്പൊ അവിടെ എന്താന്ന് പറയാൻ ഞാൻ പറഞ്ഞ ഞാൻ മരിക്കണം, ഞാൻ എന്ന ഭാവം ഉള്ളത് കൊണ്ടാണ്, നമ്മളൊരു അകംഭാവം ഉള്ളത് കൊണ്ടാണ് ഞാനാ വലുത്, അയ്യോ ഞാൻ അവരെയൊക്കെ ടീച്ചറുതാ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നാരായണ ബസ് ഇങ്ങനെ പറയുന്നത് ഞാനിവിടെ
പിള്ളേരെ നമ്മൾ ഇവിടെ പറയുന്ന കണക്ക് ഇവരെ എല്ലാം എവിടെയൊക്കെയോ കടന്ന് ചേറ്റിലൊക്കെ കടന്ന് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി ഹാലലുയ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ടാണ്. എന്നിട്ട് ഞാൻ പ്രസംഗിക്കുമ്പോ കയ്യടിയില്ല, ആവേശമില്ല. അതായത് എവിടുന്ന് ഒരു മിനി സഹോദരി ഇങ്ങോട്ട് വന്ന സമയം എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഭയങ്കര കയ്യടിയാണ്, ഭയങ്കര ചാട്ടം. ഇത് ഞാൻ അങ്ങനെ ഹാലലുയ ഞാനിവിടെ ഈഗോ വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഞാനൊന്ന് നിങ്ങളുടെ പാസ്പതിക്ക് യോഗ്യനാണ് അല്ല. കാരണം ഹാലയില് ഓരോരുത്തരും വരുമ്പം അവരിലുള്ള മാക്സിമം നമ്മളിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ പാസ്റ്ററാകത്തുള്ളൂ ഹാലയിൽ. അല്ലെങ്കിൽ അസൂയ വെച്ച് കുശുമം വെച്ചിട്ട് ഹാലയിലിയ എന്നെക്കാട്ടി ആരും വലുതാകരുത് കേട്ടോ. പക്ഷെ പല ദൈവദാസന്മാർക്ക് അതുണ്ട് കേട്ടോ ഹാലയില്. കാരണം ഞാൻ അത് നമുക്ക് ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ളിടത്ത് ചിലയിടത്തൊക്കെ ഹാലയിലിയ നമ്മുടെ വിജയപാസ്റ്ററിനോട് അനുഭവം പറയണ്ട, ചിലയിടത്ത് ചെല്ലുമ്പം ഭയങ്കര സ്ട്രഗിൾ ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ നമുക്കങ്ങോട്ട് ശുശ്രൂഷിച്ച് കയറാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആള് ഇതിനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ച എന്നെക്കാട്ടി വലിയതാകരുത്, ഇവിടെ എന്നെക്കാട്ടി വലിയതൊന്നും വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ പിടിക്കുന്നിടത്ത് സ്ട്രഗിൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. പക്ഷെ മറ്റുള്ളവർ ചില ദൈവാക്കളോട് സ്നേഹമുള്ളവർ എന്ത് വിചാരിക്കും, കർത്താവേ ദൈവമേ ആരിലൂടെങ്കിലും അത്ഭുതം ചെയ്തവരെ വിടുവിക്കണേന്ന് പ്രാർത്ഥിക്കും. ഹാലലിയ ഇതുപോലെ ഇവിടെ അതാണ് ശിഷ്യന്മാർ തമ്മിൽ ഉണ്ടാകുന്നത്. ഈ വിഷയം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഹാലലിയ പറയുന്നതൊന്നും ഗ്രഹിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇന്നത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, കർത്താവ് നമുക്ക് ആരാണെന്ന് അറിയണം. നമ്മള് ഹാലേലിയ നമ്മൾ എന്ന ഭാവം തന്നെ അങ്ങോട്ട് ത്യജിക്കുക. ഹാലേലിയ നമ്മൾ പറയും ഞാൻ അങ്ങ് മരിക്കുക. അവിടെ അങ്ങ് യേശുവിനെ കയറ്റി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ, യേശു നമ്മളുടെ വെളിപ്പെടുകയാണെങ്കിൽ അസാമാന്യമായ ശുശ്രൂഷ നമ്മളുടെ വെളിപ്പെടും. അസാമാന്യമ വീര്യപ്രദം അത് തന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവർ മേൽ. അതിൽ പത്രോസിനെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. പത്രോസാണ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ. പെന്തക്കോസ്ത് നാളിൽ കൂടിയ 120 പേരിൽ ഹാലലി ചെയ്ത കൂട്ടത്തിൽ പത്രോസിന്റെ ശുശ്രൂഷ ഹാലലിയ എന്താ വെച്ചാൽ പത്രോസിന്റെ പഴയ സ്വഭാവം നമുക്ക് അറിയായിരുന്നു. ആടിയില്ലെന്ന് ഞാങ്ങടെ പോലെ നിന്ന് പത്രോസ് ഹല്ലേലൂയ പാറ പോലെ ഉറച്ച പത്രോസായി മാറിയത് പരിശുദ്ധാത്മാവ്. എന്ന് വെച്ചാൽ ക്രിസ്തു ആകുന്ന പാറ അങ്ങ് ഹാലയിലെ കയറി പത്രോസിന്റെ കൂടെ അങ്ങ് നിന്ന് പത്രോസ് അങ്ങ് എന്ന പഴയ ആടിയുലയുന്ന ഞാങ്ങടെ പോലെ പത്രോസ് എന്ന സ്വഭാവം അങ്ങ് മാറി പത്രോസ്. അതുകൊണ്ടാണ് പത്രോസ് എന്ന വ്യക്തി മരിച്ചു യഥാർത്ഥത്തിൽ. പിന്നെ പത്രോസിനോട് വെളിപ്പെട്ടത് കർത്താവ് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ പത്രോസ് മരിച്ച് ക്രിസ്തു വെളിപ്പെട്ടത് കൊണ്ടാണ് പത്രോസ് പോയെടുത്ത് നെഴുതറ്റേക്ക് രോഗികൾ സൗഖ്യമായത്. നമ്മൾ പോയിട്ടൊരു പൂച്ചക്കുട്ടി പോലെ അനങ്ങാത്തന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോഴും നമ്മൾ തന്നെ ആയിട്ട് ഇരിക്കുകയാണ്. ക്രിസ്തു നമ്മളോട് അങ്ങ് വെളിപ്പെടാത്തതുകൊണ്ട് ക്രിസ്തുവിന് വെളിപ്പെടാനായിട്ട് നമ്മൾ എവിടേക്കാണ് നമ്മൾ മരിക്കേണ്ടത് ആ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് മരിക്കുക. ഹാലില്ല നമ്മളൊന്ന് മരിച്ചാൽ മാത്രമേ ക്രിസ്തു ഒന്ന് പുറത്തു വരത്തുള്ളൂ. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിടത്തില്ല, ഇത് എനിക്ക് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ ക്രിസ്തു നമ്മൾ വെളിപ്പെടാത്തത്. അതുകൊണ്ട് എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുക. കർത്താവ് നമ്മളോട് ഒന്ന് വെളിപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് നമ്മളിലൂടെ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കും. നമ്മൾ അവന്റെ ശബ്ദം തിരിച്ചറിയണം, അവന്റെ ശബ്ദം കേൾക്കണം. അവന് ചെവി കൊടുപ്പെന്ന് പറഞ്ഞാൽ അവന് തന്നെ ചെവി കൊടുക്കണം. മറ്റ് പലതിനും നമ്മൾ ചെവി കൊടുക്കുന്നുണ്ട് എന്ന് ഒരുപാട് സമയങ്ങൾ. നമ്മളൊന്ന് ഒരു ദിവസം എടുത്ത് നോക്കിയാൽ എത്ര സമയം നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നു, എത്ര സമയം മനുഷ്യരുടെ ശബ്ദം കേൾക്കും, മറ്റുള്ളവരുടെ മറ്റ് പലതിന്റെ ശബ്ദം കേൾക്കും. ടി വിയിലെ ആകട്ടെ യൂട്യൂബ് ആകട്ടെ മറ്റെന്താണെങ്കിലും നമ്മൾ എത്ര സമയം എവിടെയൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് നോക്കുക. അതിനെക്കാട്ടിയൊക്കെ കൂടുതൽ സമയം നമ്മൾ കൊടുക്കേണ്ട കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി. കാരണം കർത്താവ് നമ്മളിരിക്കുകയാണ്, നമ്മളോട് സംസാരിക്കുകയാണ്. അത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അത് ഉപകാരമായി വരത്തില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് എന്നോട് ഇടപെട്ടാന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വചനത്തിന് മുമ്പിൽ ദൈവം എല്ലാവരും ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുക, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ പ്രവൃത്തി നമ്മളുടെ വെളിപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അത് വെളിപ്പെടാനായിട്ട് എന്താ വേണ്ട, നമ്മൾ അങ്ങ് മരിച്ചു കൊടുക്കുക. ദൈവം കർത്താവ് നമ്മളോട് വെളിപ്പെട്ട് വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.